അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫൈസൽ, സ്ഥലം ചേലാമ്പ്രാണ്. എനിക്ക് ചോദിക്കാനുള്ളത് 2-3 ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു അവസരം തരികയാണെങ്കിൽ ചോദിക്കാൻ വിചാരിക്കുന്നുണ്ട്. ഒന്നാമതായി ചോദിക്കാനുള്ളത് നാസർ സലീമിനോടാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു റക്കീബ് അത്തീദിന്റെ വിഷയം. റക്കീബ് അത്തീദിന്റെ വിഷയം നാസർ സലീമും പറഞ്ഞു, കാക്കടിയും പറഞ്ഞു. അതില് റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്കിനോട് ഞാൻ ഇവിടുന്ന് വിളിച്ച് ദുആ ചെയ്താൽ ആ ദുആ റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്ക് കേൾക്കോ കേൾക്കൂലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാം. കേൾക്കെങ്കിൽ കേൾക്കുന്നു നാസർ സലീമിന് ഉത്തരം പറയാം, കേൾക്കില്ലെങ്കിൽ കേൾക്കൂല എന്ന് നാസർ സലീമിന് ഉത്തരം പറയാം. അപ്പോ അതിനുള്ള ഉപചോദ്യം ചോദിക്കാനുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും. പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. റക്കീബ് അതീദിനെ വിളിച്ചാൽ കേൾക്കും, റക്കീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. ോടാണ് എനിക്ക് കാക്കടി തന്നെ ഉത്തരം പറയേണ്ടിയിരുന്നത്. ഏതായാലും പിന്നെ ദുആ കേൾക്കും എന്നാണ് കാക്കടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായത്താണ് മലക്കുകൾ ദുആ കേൾക്കും എന്നതിന് ബഹുമാന്യനായ കായക്കൊടിക്ക് ഓടാനുള്ളത്? അല്ലെങ്കിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യനായ കായക്കൊടി മലക്കുകൾ ദുആ കേൾക്കും എന്ന് പറഞ്ഞത്? ഒന്ന് ശ്രദ്ധിക്കരുത്. ആയത്തല്ലേ നേരത്തെ എഴുതിയത്. എന്തൊരു കഷ്ടാണ് പഠിച്ചവനെ. ഞാൻ ചോദിച്ചത് അടുത്ത ചോദ്യം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു, ഇവിടെ വിശദീകരിച്ചു. ശരി, പ്രസിഡീയത്തിന്റെ അനുവാദപ്രകാരം നിങ്ങൾക്ക് ഒരവസരം കൂടി. ഞാൻ ചോദിച്ചത് മലക്ക് എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ ഇവിടുന്ന് ദുആ ചെയ്താൽ, അത് ഏത് രീതിയിലായിക്കോട്ടെ, മലക്കിനോട് ഞാൻ ദുആ ചെയ്താൽ എന്റെ ദുആ മലക്ക് കേൾക്കും എന്ന് ഞാൻ ചോദിച്ചു. കേൾക്കോ കേൾക്കില്ല ചോദിച്ചു. അപ്പം പറഞ്ഞത് രണ്ടാളോട് പറഞ്ഞത് കേൾക്കും എന്നാണ് പറഞ്ഞത്. അതിന് ഫൈസൽ മുസ്ലിയാര് ഒരു ഖുർആന്റെ ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചത് അതല്ല. അങ്ങനെ മലക്കുകളെ പോട്ടെ, അള്ളാന്റെ ഏതെങ്കിലും ഒരു മഖ്ലൂക്ക് ദുആ കേൾക്കും എന്നതിന് ഖുർആന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ അത് ഉദ്ധരിക്കാം. അല്ലാതെ ഫൈസൽ മുസ്ലിം മലക്കുകളെ ദുആ കേൾക്കുകയില്ല, അതേപോലെ ജീവിച്ചിരിക്കുന്നവർ ദുആ കേൾക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ തെളിവ് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ എങ്ങനെ തെളിവില്ല? ഉള്ള തെളിവുകൾ കേൾക്കുമെന്നതിന് തന്നെയാണ്. അതാണ് ഇവിടെ ഉദ്ധരിച്ചത്, അതാണ് ഇവിടെ പറഞ്ഞത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിച്ചിരിക്കുന്നവർ ദുആ കേൾക്കുകയില്ല, അവരോടുള്ള സഹായത്വം അവർ കേൾക്കുന്നത് തന്നെ ദുആ ആവുകയില്ല എന്നതിനെന്താ തെളിവ്? അതാ പറഞ്ഞത്. അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. അതാ വ്യത്യാസം. ഇൻതദഉഹും ലാ യസ്മഉ ദുആക്കും. റഖീബ് അതീദ് ഞാൻ വിളിച്ചാൽ റഖീബ് കേൾക്കൂല. ഇത് ഞാൻ ഇപ്പൊ വിളിക്കുകയാണ്, റഖീബ് അതീദ് എന്ന് വിളിച്ചാൽ കേൾക്കൂല. മിൻ ഖൗലിൻ ലാ റഖീബുൻ അതീദ് വിളിച്ചാൽ കേൾക്കൂല, ദുആ കേൾക്കൂല, സംസാരം കേൾക്കുള്ളൂ. അതെ, അതാണ് വ്യത്യാസം. അപ്പൊ അത് പ്രകാരം ചില സമയത്തെങ്കിലും ദുആ കേൾക്കും എന്നാണോ അർത്ഥം? ദുആ കേൾക്കുന്നോ? ഇന്നതില്ല. അത് ഏറ്റവും വലിയ അപകടമാണ്. ദുആ കേൾക്കൂല. മൗലവി, ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ. ഇത് ദുആ ഞാൻ വിശ്വസിക്കുന്നു, ദുആ കേൾക്കാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കൂ. ഒരു പഠിപ്പിനും കഴിയില്ല. മലക്കുകൾ കേൾക്കാൻ കഴിയും? ഇല്ല. അതായത് ഇപ്പൊ മൗലവി പറഞ്ഞ പ്രകാരം കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങൾക്കാണ്, മരങ്ങൾക്കാണ്, അത് ജിന്നിനും മനുഷ്യനുമല്ല. ഞാൻ പറയുന്നു കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞത് ഏത് മഖ്ലൂക്കിനും ബാധകമാണ്. കാരണം ദുആ കേൾക്കാൻ റഹ്മാനായ റബ്ബിന് കഴിയില്ല. അതാണ് വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവിടെ ഹും എന്നാണ് പറഞ്ഞത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദുനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു. ഉത്തരം ചെയ്യാത്തവരെ ദുആ ചെയ്യുന്നവരെക്കാളും വഴിപഴച്ചവൻ ആര്? അവിടെ മന്നാണ്. ആ ബുദ്ധിയുള്ളവരെ പറ്റിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. ആ ആളെ പറ്റി എന്ത് പറഞ്ഞു? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ആ മന്ന് അത് ഇൻസാവാം, ജിന്നാവാം, മലക്കാവാം, അമ്പിയാക്കളാവാം, അല്ലാത്തവരാവാം. അവരൊക്കെ
വഹും അൻ ദുആഹിം ഗാഫിലൂൻ, ഇവന്റെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്. നേരത്തെ മൗലിയാളോ ആയത്തോതില് ഈ ആയത്തിന്റെ നസ്സുപ്രകാരം ലോകത്ത് റബ്ബല്ലാത്ത ഒരാളും ദുആ കേൾക്കൂല. അവരൊക്കെ ഗാഫിലീങ്ങളാണ്, അശ്രദ്ധരാണ്. ഈസാ നബിയെ കോടാനക്കോടി ക്രിസ്ത്യാനികൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും ഈസാ നബി പറയുന്നത് എന്താ? പരലോകത്ത് ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ്, നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്ത ശേഷം നീയാണ് റബ്ബേ എല്ലാം നിരീക്ഷിക്കുന്നവൻ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവരൊക്കെ വിളിച്ചത് ഈസാ നബി കേട്ടിട്ടേ ഇല്ല. ഈസാ നബി മരിച്ചിട്ടില്ല, ആകാശത്തുണ്ട്. എന്നിട്ടും ഈ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുടെ ദുആ ഈസാ നബി അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ദുആ കേൾക്കാൻ റബ്ബിനല്ലാത്ത ഒരു ശക്തിക്കും കഴിയില്ല. അത് കല്ലിനും കഴിയൂല, മനുഷ്യനും കഴിയൂല, ജിന്നിനും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയൂല, ആർക്കും കഴിയില്ല. അപ്പൊ ഏതായിരുന്നാലും മൊഹീദ്ദീൻ ഷെയ്ഖും ജിന്നും ഒരുപോലെ തുലനപ്പെടുത്താൻ നിവൃത്തിയില്ല. കാരണം മൊഹീദ്ദീൻ ഷെയ്ഖ് കാണുമെന്നും കേൾക്കുമെന്നും വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു. ജിന്നും മലക്കും കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിച്ചാൽ ശിർക്കല്ല. എന്നാൽ ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ, ഒരു സൃഷ്ടിക്കും അതിന് കഴിയില്ല. അതുകൊണ്ടാണ് സങ്കല്പിച്ചാൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലെങ്കിൽ സങ്കല്പിച്ചാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് എല്ലാവർക്കും ബാധകമാണ്. അതേപോലെ ഏതു പടപ്പും ദുആ കേൾക്കാൻ ഉത്തരം ചെയ്യാനോ സാധിക്കുന്നവർ അല്ല എന്ന കാര്യത്തിലും സംശയിക്കാനില്ല. എന്നാൽ ഒരു വിളി ശിർക്കാകുന്നത് ഈ പറഞ്ഞ മാനദണ്ഡം അങ്ങേ അറ്റത്ത് താഴ്മയും വിനയവും എന്ന മാനദണ്ഡ പ്രകാരമാണ് ഒരു വിളി ശിർക്കാകുന്നതും ശിർക്കാകാതിരിക്കുന്നതും. രണ്ടും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും. പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. റഖീബ് അതീദിനെ വിളിച്ചാൽ കേൾക്കും, റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. ോടാണ് എനിക്ക് കാക്കടി എന്നതിന് ഉത്തരം പറയേണ്ടത്. ഏതായാലും പിന്നെ ദുആ കേൾക്കും എന്നാണ് കാക്കടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായത്താണ് മലക്കുകൾ ദുആ കേൾക്കും എന്നതിന് ബഹുമാന്യനായ കായക്കൊടിക്ക് ഓടാനുള്ളത്? അല്ലെങ്കിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യനായ കായക്കൊടി മലക്കുകൾ ദുആ കേൾക്കും എന്ന് പറഞ്ഞത്? ഒന്ന് ശ്രദ്ധിക്കരുത്. ആയത്തല്ലേ നേരത്തെ ഓതിയത്. എന്തൊരു കഷ്ടാണ് പഠിച്ചവനെ. ഞാൻ ചോദിച്ചത് അടുത്ത ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു, ഇവിടെ വിശദീകരിച്ചു. അതല്ല ഞങ്ങൾക്കുണ്ടായ വിഷമം. അതിനുശേഷം ഇവിടെ എടത്തനാട്ടുകരയിൽ ഒരു മുഖാമുഖത്തിന് ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് സംഘടിപ്പിച്ചപ്പോ അവിടെ ഒരു വിഷയം, അവിടെ കൊടുത്ത വിഷയം എന്തൊക്കെയാ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഒന്നതായിരുന്നു. 2 സ്ത്രീ പള്ളി പ്രവേശം രണ്ടാമത്തെ വിഷയം അതായിരുന്നു. ഖുത്ബയുടെ ഭാഷ. ഇങ്ങനെ വിഷയം കൊടുത്തപ്പോ ഈ തൗഹീദിന്റെ ധ്വജവാഹകനും ഇന്നൂറിസത്തിന്റെ നായകനും മാത്രല്ല എന്താ പറയുന്നത്? അതേ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന വിഷയം വേണ്ട. അവിടെ ഞങ്ങൾ ഇടപെട്ടത്, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയത്. എന്താ നിങ്ങൾ പറഞ്ഞത്? തൗഹീദ് മാറ്റണം മുഖാമുഖത്തിൽ നിന്ന്. എന്തേ കൂടിയിരിക്കുന്നു പേടിച്ചിട്ടാ? മൂപ്പര് നന്ദിനെ പോലെ കൂടിയിരിക്കാൻ കഴിയില്ലെങ്കിൽ ആ വിഷയം മാറ്റിയേക്കുന്നത്. ഏത് വിഷയം? തൗഹീദിന്റെ വിഷയം. പകരം എന്ത് ചർച്ചയാണെന്ന് നിങ്ങൾ പറഞ്ഞത്? നബിദിനവും മരണാനന്തര ചടങ്ങും മുഖാമുഖത്തിന്റെ വിഷയമാണ്. എന്താണ് നബിദിനവും മരണാനന്തര ചടങ്ങും? 3-ാം പാത്യ മുഖാമുഖം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞത്. വേണ്ട. എന്തേ കാരണം? ജിന്ന് വരും. നിങ്ങൾക്കറിയാം, ജിന്ന് വരുമെന്ന് നിങ്ങൾ പേടിച്ചു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.